ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ മേമൻ്റെ തറവാട് വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഗാലറിയൊക്കെ തപ്പിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ കിട്ടിയ കുറച്ച് വീഡിയോസുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കുക, എല്ലാവരെയും ഒന്ന് കാണിക്കാറിയിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ മുറ്റം സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. നല്ല നീറ്റിലും ക്ലീനിലും ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ലിവിങ് ഏരിയയാണ്. അപ്പോൾ ഫർണിച്ചറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ വ്യൂ മീൻസ് വീടിൻ്റെ ഫോട്ടോ വീഡിയോസൊന്നും കാണാനില്ല കേട്ടോ. അങ്ങനെ ഇത് ബാത്റൂം പിന്നെ ബെഡ്റൂമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് അയൺ ബോക്സ് ആണ്. ഇത് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് നമ്മൾ അവിടുത്തെ ഇത്താനോട് ചോദിക്കാൻ മറന്നു കേട്ടോ. ഇവിടെ ഓരോ ഐറ്റംസും ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അത് അവിടുത്തെ ഇത്ത കാട്ടിത്തരുന്ന വോയിസാണ് കേട്ടോ. അത് നമ്മൾ ഫോണിലൊക്കെ ശരിയില്ലേ, അതേപോലെ ഇവിടെ അലക്സ എന്നാണ് കേട്ടോ. അലക്സ ഓപ്പൺ ദി ഡോർ എന്ന എല്ലാം എന്താ വേണ്ടത് അത് പറയുന്നത് അനുസരിക്കൂട്ടാം. ഈ ഒരു കർട്ടനൊക്കെ ഉണ്ടല്ലോ, രാവിലെ ആകുമ്പോൾ ഓപ്പൺ ആവും ഇതേപോലെ, പിന്നെ വൈകിട്ടാകുമ്പോൾ ക്ലോസ് ആവും കേട്ടോ. അതേപോലെ എന്താണ് അയൺ ബോക്സിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് ചോദിക്കാൻ മറന്നു പോയിട്ടോ. ഇത് എന്താണ് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു റൂം അവിടുത്തെ ഇക്കാൻ്റെ വർക്ക് ചെയ്യുന്ന റൂമാണ്, ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ കയറാനും വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് വരിക കേട്ടോ. അങ്ങനെ എന്താണ് ലിഫ്റ്റിൽ ഒരു ട്രിപ്പ് പോയിണ്, അതിന് ശേഷം ഞങ്ങൾ മുകളിലെത്തിയ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇഷ്മോൾ ബൈനാക്കുലറൊക്കെ വെച്ചിങ്ങനെ നോക്കുകയാണ്. അവൾ എന്താണ് ഇത് സാധനം ഇത്ര വലിപ്പമുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. കുട്ടികൾക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അതെന്താണെന്നുള്ളതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ, അതുതന്നെയാണ് കേട്ടോ അവൾക്കും. അങ്ങനെ ഞങ്ങൾ എന്താണ് താഴോട്ട് വന്ന് ചായ കുടിക്കാണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ കിച്ചണാണ്. എല്ലാ ഐറ്റംസും കേട്ടോ. ഇലക്ട്രോണിക്സ് എന്തൊക്കെ നമ്മൾ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ നാട്ടിൽ മീൻസ് നമ്മളെ ഈ ലോകത്തുണ്ടോ, അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ഇക്കുണ്ടല്ലോ എന്താണ് ഓരോ ലേറ്റസ്റ്റ് കാര്യങ്ങളും ആക്കി വരും. ഇപ്പോൾ ആ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, മിനി ഫ്രിഡ്ജ്, അത് ഞാൻ തുറന്ന് അപ്പോൾ അനിയത്തി കാണാനും വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ വർക്ക് ഏരിയൻ്റെ ഒരു വ്യൂ. അടുക്കള ഭാഗത്തെ ഒരു ഇതാണ് കേട്ടോ. ലിഫ്റ്റ് പോകുന്ന ആ ഒരു ഏരിയയും കർട്ടൻ്റെ ഏരിയയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അടുക്കള ഭാഗത്താണ് കേട്ടോ അവിടെ സ്വിമ്മിംഗ് പൂൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് അവർ 2 ദിവസം മുമ്പേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ക്ലീനിങ്ങും കാര്യമൊക്കെ ഇനി വേണം കേട്ടോ, കാരണം അവർ നാട്ടിലില്ലായിരുന്നു. അങ്ങനെ എന്താണ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഏരിയയിൽ എന്താണ് കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ പ്രൈവസി ഉണ്ട്, നല്ല പ്രൈവസി, അതാണല്ലോ എല്ലാവർക്കും ആവശ്യമുള്ളത്. നല്ല പ്രൈവസിയാണ് കേട്ടോ ഇവിടെ ആയിട്ട്. എന്താണ് എൻജോയ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അങ്ങനെ എന്താണ് ഓരോ സ്ഥലം ഇങ്ങനെ കാണാൻ കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ നല്ല ചമ്മലുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ വന്നാണ്ട് പെട്ടെന്ന് വന്ന് വീഡിയോ എടുക്കുക പറയുമ്പം അതിൻ്റേതായ ചമ്മലുണ്ട്. ഇത് ഡിഷ് വാഷറാണ് കേട്ടോ, പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കണം. നല്ല അടിപൊളിയാണ് കാരണം കേട്ടോ. അവിടുത്തെ ഇത്ത ഓരോ സാധനം നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, ഉഷാർ തന്നെയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേസ്റ്റ്. എന്താണ് ഇതിലൂടെ വേസ്റ്റ് ഇട്ടാൽ കോഴിക്കൂട്ടിക്ക് പോകുന്നത്. ഇത് PVC പൈപ്പല്ല കേട്ടോ, സോറി. അത് നമ്മൾ അടുപ്പിനൊക്കെ വെക്കുന്ന കുഴലില്ല, അതേപോലത്തെ എന്താണ് ആ ഒരു മെറ്റീരിയലാണ് തോന്നുന്നുണ്ട്. കണ്ടില്ലേ ആ ഒരു കുഴൽ വന്നാണ്ട് ആ കോഴിക്കൂടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ വേസ്റ്റ് നമ്മൾ കോഴിക്ക് വേസ്റ്റ് ചെയ്തിട്ട് വേണ്ട. പിന്നെ ഈ വീടുള്ളത് ഫില്ലറിലാണ് കേട്ടോ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ഭാഗമാണ് ഇപ്പോൾ ഇതൊക്കെ കാണുന്നത്. എന്താണ് അപ്പോൾ ചുറ്റിക്കറങ്ങി ഇങ്ങനെ കാണാണ്. പിന്നെ ഈ ഒരു വീട്ടിൽ അവർ ആദ്യത്തെ ഡൈനിങ് റൂമും അങ്ങനത്തെ അവരെ ഉമ്മാൻ്റെ കുറച്ച് സാധനങ്ങൾ ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഉണ്ട്, അതൊന്നും അവർ പൊളിച്ച് മാറ്റിയിട്ടില്ല. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്, ചെടികളൊക്കെ വെച്ച്. പിന്നെ ഇതൊരു അക്വേറിയമാണ്, ഇതിൽ ഫിഷ് ഉണ്ട്, അത് വല്ലാതെ അങ്ങോട്ട് കാണുന്നില്ല. അങ്ങനെ എന്താണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ വീട് കാണാൻ, അതേപോലെ നല്ല നീറ്റും ഉണ്ട്. പിന്നെ എന്താണ് വിശേഷങ്ങൾ വെച്ചാൽ ഇത്ര തന്നെ ഉള്ളൂ. കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് വേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് കോഴികൾക്കുള്ള തീറ്റ ഉണ്ടാകും. മറ്റേത് അവർ വീട് ഫില്ലറിലായതുകൊണ്ട് തന്നെ ഇറങ്ങി വന്ന് കൊടുക്കണ്ട, അത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആ ഒരു പൈപ്പിലൂടെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ വീഡിയോ ഫുള്ള് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്